ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ നല്ല നാഥൻ എന്നിൽ ചെയ്ത നന്മകളോർത്താൽ. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ നല്ല നാഥൻ എന്നിൽ ചെയ്ത നന്മകളോർത്താൽ. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവ നന്മയും. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവ നന്മയും. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. കുഴിച്ചിടാത്ത കിണറ്റിൽ നിന്നും വിതച്ചിടാത്ത നിലത്തിൽ നിന്നും പൃഷ്ഠഭോജമേകി നിത്യം പോറ്റിടുന്നവൻ. കുഴിച്ചിടാത്ത കിണറ്റിൽ നിന്നും വിതച്ചിടാത്ത നിലത്തിൽ നിന്നും പൃഷ്ഠഭോജമേകി നിത്യം പോറ്റിടുന്നവൻ. നിലച്ചിടാത്ത വഴിയിലൂടെ കരുതലോടെ കരം പിടിച്ചു കാവലായി എന്നുമെന്നും കൂടെയുള്ളവൻ. നിലച്ചിടാത്ത വഴിയിലൂടെ കരുതലോടെ കരം പിടിച്ചു കാവലായി എന്നുമെന്നും കൂടെയുള്ളവൻ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. പകലിൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണതായും മാറയെ മധുരമാക്കി ദാഹം തീർത്തവൻ. പകലിൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണതായും മാറയെ മധുരമാക്കി ദാഹം തീർത്തവൻ. കുരിശിൽ പിടയും നേരം പോലും കരുണയോടെ നമ്മെ ഓർത്ത് സ്വർഗരാജ്യം നൽകുവാൻ ജീവനേകിയോ. കുരിശിൽ പിടയും നേരം പോലും കരുണയോടെ നമ്മെ ഓർത്ത് സ്വർഗരാജ്യം നൽകുവാൻ ജീവനേകിയോ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ
ഒന്നും ചൊല്ലാനില്ലേ, നല്ല നാഥൻ എന്നിൽ ചെയ്ത നന്മകളോർത്താൽ. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവ നന്മയും. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവ നന്മയും. എത്ര എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്ര എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടുപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ പ്രാവശ്യവും നാം ഈ ഭാഗം ആണ് ചിന്തിച്ച് തുടങ്ങിയത്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം ഒരു പ്രായോഗിക ലേഖനമാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. ദാറ്റ് ഈസ് ഫെയ്ത്ത് ഇൻ ആക്ഷൻ, ക്രിസ്ത്യാനിറ്റി ഇൻ ആക്ഷൻ, പ്രായോഗിക ക്രിസ്തീയ ജീവിതം. നാം എന്ത് വിശ്വസിക്കുന്നുവോ അത് വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാവർത്തികമായി ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതിനെ വെളിപ്പെടുത്തുന്നതായ 7 കൽപ്പനകളാണ് യാക്കോബ് ശ്ലീഹ ഇവിടെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ കൽപ്പന ദൈവത്തിന് കീഴടങ്ങുവിൻ, സബ്മിറ്റ് ടു ഗോഡ്, yield to the authority of the God. രണ്ടാമത് പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, റെസിസ്റ്റ് ദി ഡെവിൾ. മൂന്നാമത് നാം കണ്ടു ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, ഡ്രോ നിയർ ടു ഗോഡ്. എങ്ങനെ? ബൈ കൺഫസിങ് അവർ സിൻസ്. ദൈവത്തിൽ നിന്ന് അകറ്റുന്ന പാപത്തെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് രക്തത്താൽ കഴുകൽ പ്രാപിച്ച് സ്നേഹം മാത്രമാകുന്ന വിശുദ്ധനായിരിക്കും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്ന് അവനുമായി പറ്റിച്ചേർന്ന് പിരിയാത്ത ബന്ധം സ്ഥാപിക്കണം. ഈ 3 കാര്യങ്ങളാണ്, കൽപ്പനകളാണ് നാം കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിച്ചത്. ഇവിടെ പറയുന്ന 4-ാമത്തെ കൽപ്പന ഏതാണ്? നമുക്ക് വായിച്ചു കേൾക്കാം. 4:8. പാപികളെ കൈകളെ വെടുപ്പാക്കുവിൻ. 4-ാമത്തെ കൽപ്പന പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ. കൈകളെ വെടിപ്പാക്കുവിൻ. കൈകൾ എപ്പോഴും പ്രവൃത്തിയെ കാണിക്കുന്നതാണ്. വാഷ് യുവർ ഹാൻഡ്സ്, പ്യൂരിഫൈ യുവർ ആക്ഷൻസ് ആൻഡ് ഡീഡ്സ്. എൻ്റെ കൈകളുടെ പ്രവൃത്തികളെ വിശുദ്ധമാക്കണം. പ്രവൃത്തിയുടെ വിശുദ്ധി, അവയവ വിശുദ്ധി. ദൈവമക്കൾ ഗൗരവത്തോടെ ഈ കാര്യം എന്ന് മനസ്സിലാക്കണം. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. തലയാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ശരീരത്തിൻ്റെ അവയവങ്ങൾ, അതാണ് വാസ്തവത്തിൽ സഭ എന്ന് പറയുന്നത്. ഈ അവയവങ്ങൾ ഓരോന്നും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരം മാത്രം ചലിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിരിക്കണം. ഇത് ഒരു തത്വം പോലെ നിങ്ങൾ കേട്ടാൽ പോരാ. ഞാൻ വളരെ ഭയത്തോടെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ദൈവത്തിൻ്റെ തീക്കടുത്തതായ വചനം ഞാൻ ഇപ്പോൾ നാവിലെടുക്കുവാൻ ഭയപ്പെടുന്നു. കാരണം എന്താണ് വചനം? അത് തീക്കട്ടയാണ്. ഞാൻ ഭയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് നിൽക്കുന്നത്. കാൽവറിയിൽ വെന്തെരിഞ്ഞതായ തീക്കട്ട, യേശയ്യാവിൻ്റെ അതിരത്തെ തൊട്ടതായിരിക്കുന്ന തീക്കട്ട, കൊടും പാപിയായിരിക്കുന്ന അടിയൻ്റെ നാവിനെ ഒന്ന് തൊട്ട് വിശുദ്ധീകരിച്ച് തിരുവചനം ഘോഷിപ്പാൻ തക്കവണ്ണം അർഹത തരണമേ, യോഗ്യത തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭയത്തോടെ നിൽക്കുക. വാർദ്ധക്യത്തിലും ജീവിതത്തിൻ്റെ കൊതി അതാണ്. ഓരോ അവയവങ്ങളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവയവങ്ങൾ പോലെ ചലിക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിശ്ചലമായ അരുമനാഥൻ്റെ കാലുകൾ ഇന്ന് പാപികളെ തേടി ഓടാൻ വേണ്ടി
കർത്താവേ, ഞാനിതാ എൻ്റെ കാലുകൾ നിനക്ക് വിട്ടു തരുന്നു. വീണവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ, അനേക വേദനിക്കുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, നീറുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസവും തലോടലും നൽകുവാൻ കർത്താവിൻ്റെ കരമെന്ന് ചലിച്ചതുപോലെ പാവപ്പെട്ട അടിയൻ്റെയും കരങ്ങൾ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം കർത്താവെ പ്രവർത്തിക്കുവാൻ ഉപയോഗിക്കാൻ വിട്ടുതരികയാണ്. അവയവം പ്രതിയുള്ളതായ സമർപ്പണത്തിന് നിങ്ങൾ ആരെല്ലാം തയ്യാറുണ്ട്? ഞാൻ നിങ്ങളെ മാറ്റി നിർത്തി കുറ്റം പറഞ്ഞുകൊണ്ട് വിധിക്കുകയല്ല. ഇന്ന് നിങ്ങളുടെ അവയവങ്ങൾ നിങ്ങളുടെ വരുത്തിക്കും കീഴിലാണോ? അത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണോ? എങ്ങോട്ട് പോകണം? അത് നിൻ്റെ ഇഷ്ടം. എന്ത് പ്രവർത്തിക്കണം? അത് നിൻ്റെ ഇഷ്ടം. എന്ത് കാണണം? അത് നിൻ്റെ ഇഷ്ടം. എന്ത് കുടിക്കണം, രുചിക്കണം? അത് നിൻ്റെ ഇഷ്ടം. ജീവിതത്തിൽ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് ദൈനംദിനം പ്രാർത്ഥിക്കുന്ന കർത്തൃപ്രാർത്ഥനയിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ തന്നിഷ്ടമല്ലേ നടക്കുന്നത്? ദൈവമക്കളെ, അപ്രകാരം ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാതെ എന്തുമാത്രം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാലും ദൈവം അത് കേൾക്കുകയില്ല. ഞെട്ടലോടെ കേൾക്കേണ്ടതാണ് യെശയ്യാ പ്രവാചകന്റെ വാക്കുകൾ. 1-ാം അധ്യായത്തിൻ്റെ 15 വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം. ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാനായി കൈമലർത്തി നിൽക്കുന്നതായ ദൈവവിശ്വാസികളെ കണ്ടുകൊണ്ട് എത്ര ഭയത്തോടെയാണ് ദൈവം പറയുന്നത് കേൾക്കാം. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങളെല്ലാവരും കേട്ടോ? അത് പ്രാർത്ഥിക്കുന്നവരല്ലേ നിങ്ങൾ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് കൈമലർത്തി പ്രാർത്ഥിക്കുന്നവരല്ലേ? കരുണാസമ്പന്നനായിരിക്കും ദൈവം, പ്രാർത്ഥന കേൾക്കുമെന്ന് വാക്കു പറഞ്ഞ ദൈവം, സ്നേഹനിധിയായിരിക്കും ദൈവം. ഇപ്പോൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ പ്രാർത്ഥിക്കാൻ ദൈവാലയത്തിൽ വന്ന് കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണു മറച്ചു കളയും. എനിക്ക് കാണണ്ട, എനിക്ക് കേൾക്കണ്ട. കാരണം എന്താ? തുടർന്ന് വായിച്ച്. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്നാണ് ദൈവത്തിൻ്റെ പേര്. ഇവിടെ എന്താണ് പറഞ്ഞത്? നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല എന്ന് ദൈവം വ്യക്തമായി പറയാണ്. കാരണം എന്താണ്? നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതാണ് കാരണം. നിങ്ങളുടെ കൈ വിശുദ്ധമല്ല, നിങ്ങളുടെ പ്രവൃത്തികൾ വിശുദ്ധമല്ല, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിശുദ്ധമല്ല, നിങ്ങളുടെ ചലനങ്ങൾ വിശുദ്ധമല്ല, നിങ്ങളുടെ അവയവങ്ങൾ വിശുദ്ധമല്ല. വാക്കുകൾ ഭംഗിയാണ്, വാക്കുകൾ മനോഹരമാണ്, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളറയും അതിൻ പ്രകാരമുള്ളതായ പ്രവൃത്തിയും ദൈവസന്നിധിയിൽ ദുർഗന്ധം വമിക്കുന്നതാണ്. വായിച്ചേ. നിങ്ങളെ കഴുകി വെടുപ്പാക്കുവിൻ. അതുകൊണ്ട് പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ, ഞാൻ പറയുന്ന വാക്കുകളല്ല, പ്രാർത്ഥന കേട്ട് യാചനകൾക്ക് ഉത്തരം നൽകേണ്ടവനായ ദൈവം പറയുന്നു, നിങ്ങളുടെ കൈകൾ വെടിപ്പാക്കുക. അതിനുള്ള വഴി കർത്താവ് തന്നിട്ടുണ്ട്. കാൽവരിൽ ചൊരിഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിന്റെ തങ്കച്ചോര സകല പാപം പോക്കി ശുദ്ധീകരിക്കാൻ മതിയായതാണ്. ഞാൻ നിർമ്മല സുവിശേഷം നിങ്ങളോട് പറയട്ടെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന് കഴുകുവാനും മോചിക്കുവാനും ശുദ്ധീകരിക്കുവാനും സാധ്യമല്ലാത്ത പാപം ചെയ്തവരായി ആരും ഈ ശബ്ദത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നില്ല. ദൈവമക്കളെ, ആ ക്രൂശിൻ ചുവട്ടിലേക്ക് നിങ്ങൾക്കൊന്ന് വരാമോ? നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ പ്രവണതകളും നിങ്ങളുടെ ചലനങ്ങളും നിങ്ങളുടേതായ നീക്കങ്ങളും അശുദ്ധമാണെന്ന് ബോധ്യമുണ്ടോ? സുദീർഘമായി പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും കുരിശു വരയ്ക്കുകയും ആത്മീയ പ്രസ്ഥാനങ്ങൾ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധന്മാർക്ക് വേണ്ടി കാക്കപ്പെട്ടിരിക്കുന്ന മണവറ പോകാൻ സാധിക്കും, യോഗ്യതയുള്ളവരായി തീരുമെന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. പൗലോസ്ലീഹായും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1 തീമോഥെയോസ് 2-ാം അധ്യായം 8-ാമത്തെ വാക്യമല്ലേ? ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും, ആകയാൽ ദൈവമക്കൾ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന്, ജീവിതത്തിലെ തെറ്റുകൾ വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഹല്ലേലൂയ, വിശുദ്ധ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. വിശുദ്ധ കൈകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വേദപുസ്തകം പിടിക്കുന്ന കൈകൾ വിശുദ്ധമാണോ? കുരിശു വരയ്ക്കുന്ന കൈകൾ വിശുദ്ധമാണോ? സ്ലീബ പിടിക്കുന്ന കൈകൾ വിശുദ്ധമാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരണ്ടേ? ആന്തരികമായി വിശുദ്ധി വരണ്ടേ? ഇയ്യോബിന്റെ പുസ്തകം എടുത്ത്, ഇയ്യോബിന്റെ പുസ്തകം 11-ാം അധ്യായം 13-14 വാക്യങ്ങൾ. നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ, അവനെങ്കിലേക്ക് കൈമലർത്തുമ്പോൾ, നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ, നിന്റെ കയ്യിൽ ദ്രോഹമുണ്ട് എങ്കിൽ അതിനെ അകറ്റുക, അതിനെ അകറ്റുക. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എവിടെയെല്ലാം തൊട്ട കൈകളാണ് നിങ്ങളുടെ കൈകളിലേക്കൊന്ന് നോക്കിക്കേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൈകളിൽ കാരിരുമ്പാണികൾ അടിച്ചു കയറ്റി മരക്കുരിശിനോട് ചേർത്ത് ബന്ധിക്കപ്പെട്ട്
ക്രൂശിൽ വേദനയോടെ പിടയുന്ന കർത്താവിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. ദൈവമക്കളെ, ആ യേശുവിൻ്റെ കൈകളിലേക്ക് ആണികൾ തുളച്ചു കയറിയപ്പോൾ നിന്റെ കയ്യിലേക്ക് നിനക്കൊന്ന് നോക്കാൻ വയ്യേ? ഈ കൈകളിലാണോ അനേകരെ പിടിച്ചെഴുന്നേൽപ്പിച്ച ആശ്വാസവും കരുണയും നൽകിയതായ ഈ കരങ്ങളിലാണോ, പരിശുദ്ധമായ കരങ്ങളിലാണോ ആണി ഏൽക്കേണ്ടത്? എൻ്റെ കൈ എന്തെല്ലാം തൊട്ടു, എന്തെല്ലാം മോഷ്ടിച്ചു, എന്തെല്ലാം തലോടി, എന്തെല്ലാം മദ്യത്തിൽ ലഹരി പാത്രങ്ങൾ പിടിച്ചു, തുടരുതാത്ത എവിടെയെല്ലാം പോയി തൊട്ടു. ദൈവമക്കളെ, എന്തുമാത്രം വൃത്തികെട്ട ദുർഗന്ധം അമിക്കുന്നതായ പ്രവർത്തനങ്ങളാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൈകൊണ്ട് ചെയ്തു കൂട്ടിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കണ്ണു മറക്കിയില്ലേ? ക്രൂശിൻ ചോട്ടിലേക്ക് വന്നോ? നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാമോ? കർത്താവേ, ഈ നിമിഷം തിരുത്തത്താൽ എൻ്റെ അവയവത്തിൻ്റെ കറകൾ കഴുകിത്തരാമെങ്കിൽ ഇന്നു മുതൽ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളെ വിശുദ്ധീകരിച്ചു കൊള്ളാം. തീരുമാനിക്കാമോ? റോമർ 6-19 വാക്യം വായിച്ച്. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു. ഞാൻ മാനുഷിക രീതിയിൽ പൗലോസ് എന്താണ് പറയുന്നത്? നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഒരു സമയത്ത് നിങ്ങളുടെ തോന്നിവാസം പ്രവർത്തിക്കുവാനും സുഖിക്കുവാനും രസിക്കുവാനും നിങ്ങളുടെ അവയവങ്ങളെ വിട്ടുകൊടുത്തു എന്നുള്ളത് സത്യമല്ലേ? ആ അവയവങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുക. ഹല്ലേലൂയ. ക്രൂശിൻ ചോട്ടിലേക്ക് നിങ്ങൾ വന്നോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം പുരണ്ട കാൽപാദം കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോ അവയവങ്ങളെയും നീതിക്കായി വിശുദ്ധിക്കായി ഇപ്പോൾ ഒന്ന് സമർപ്പിക്കാമോ? ഇതൊരു ദൈവമക്കളെ വെറും ഒരു പ്രസംഗത്തിന്റെ വാക്കുകളായി കേട്ടിച്ചു പോകാനല്ല. ക്രിസ്ത്യാനിറ്റി ഇൻ ആക്ഷൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം ഗുണകരമായി സംസാരിക്കുന്നതാണ് എന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞാൽ പോരാ. ശുദ്ധീകരിക്കുന്നതാണ് എന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞാൽ പോരാ. ആ ശുദ്ധീകരണം ഇപ്പോൾ നടക്കണം. യേശുക്രിസ്തുവിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി ഇപ്പോഴും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം. ആ രക്തം നിങ്ങളുടെ അവയവങ്ങളെ തൊടാൻ തക്കവണ്ണം നിങ്ങൾക്ക് വിട്ടുകൊടുക്കാമോ? വ്യക്തമായി നിങ്ങളോട് ചോദിക്കട്ടെ, ഓരോ അവയവങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ എടുത്തു കാണിച്ചു കൊടുത്തുകൊണ്ട്, കർത്താവേ, നിന്റെ തിരുരക്തത്തിൻ്റെ ഒരു കുരിശടയാളം എൻ്റെ നെറ്റിമേലിട്ട് തന്നാൽ, എൻ്റെ കണ്ണിലിട്ട് തന്നാൽ, എൻ്റെ നാവിലിട്ട് തന്നാൽ, എൻ്റെ കൈകളിൽ വരച്ചു തന്നാൽ, എൻ്റെ ദൈവമേ, ഞാൻ സമ്പൂർണ്ണ വിശുദ്ധിയോടെ ഇന്നു മുതൽ എന്നെ കാത്തുകൊള്ളാമെന്ന് നിങ്ങൾക്കൊന്ന് തീരുമാനിക്കാമോ? ദൈവം തീർച്ചയായിട്ടും കഴുകി വിശുദ്ധീകരിച്ച് യഹോവയ്ക്ക് വിശുദ്ധമെന്ന് നെറ്റിപ്പട്ടം കെട്ടി നിന്നെ ഇന്ന് എഴുന്നേൽപ്പിക്കുമ്പോൾ യാതൊരു സംശയമില്ല. 4-ാമത്തെ കൽപ്പന എന്താണ്? കൈകളെ വെടിപ്പാക്കുവിൻ. 5-ാമത്തേത് എന്താണ്? 4-8 വായിച്ച്. ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് 5-ാമത്തെ കൽപ്പന. ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. ഞാൻ എപ്പോഴും ഊന്നി പറയുന്ന ഒരു കാര്യമാണ്. ക്രിസ്ത്യാനിറ്റി ഈസ് ബേസിക്കലി എ റിലീജിയൻ ഓഫ് ദി ഹാർട്ട്. ക്രിസ്തുമതം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ മതമാണ്. മാറേണ്ടത് പുറമേ ഉള്ളതായിരിക്കുന്ന ആകൃതിയൊന്നുമല്ല, മീശ അടിക്കുന്നതല്ല, വെള്ളവസ്ത്രം ധരിക്കുന്നതല്ല, വിനയത്തിൻ്റെ ഭാവം കാണിക്കുന്നതല്ല, കയ്യിൽ വേദപുസ്തകം പിടിച്ച് നടക്കുന്നതല്ല. ചേഞ്ച് മസ്റ്റ് കം ഫ്രം ഇൻസൈഡ്. നോ മാൻ ഈസ് ചേഞ്ച് അൺലെസ് ഹിസ് ഹാർട്ട് ഈസ് ചേഞ്ച്. കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായി ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അങ്ങനെ ശുദ്ധ ഹൃദയമുള്ളവർക്ക് മാത്രമേ സ്വർഗത്തിലെ ദൈവത്തെ കാണാനോ സ്വർഗം കാണാനോ സാധ്യമാകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഹൃദയശുദ്ധി ഉണ്ടായിരിക്കണം. ഹൃദയശുദ്ധി കൂടാതെ ദൈവത്തെ കാണാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അതല്ലേ എബ്രായർക്ക് ലേഖനത്തിൽ പൗലോസ് പറയുന്നത് 12-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഞാൻ ഉൾപ്പെടെ വളരെ വ്യക്തമാണ്. പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തെ ബാഹ്യമായിരിക്കുന്ന കണ്ണുകൾ എത്ര തുറന്നാലും കാണാൻ സാധ്യമാകുകയില്ല. ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. ആന്തരിക മനുഷ്യൻ വിശുദ്ധനായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതാണ് പൗലോസ് വളരെ വ്യക്തമായി പറയുന്നത്. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം. തലമുടിയൊക്കെ ഒതുക്കി ചീവി മീശ ഒന്നുമില്ലാതെ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ ആരേക്കാൾ ഒരു ആത്മീയന്റെ പരിവേഷത്തിൽ വേദപുസ്തകവും പിടിച്ചുകൊണ്ട് ഞാനിവിടെ വചനം പറയാൻ നിൽക്കുന്നുണ്ട്. പുറമേ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും ഓൾറൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ദൈവമക്കളെ, എന്നാൽ ഞാൻ ഭയത്തോടൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കണ്ണ് ഈ ബാഹ്യരൂപത്തിൽ കണ്ടു തൃപ്തിപ്പെടുന്നതല്ല.
മനുഷ്യ, നിന്റെ ജീവിതത്തിൻ്റെ അന്തരംഗം എങ്ങനെയുണ്ട്? കർത്താവായ യേശുക്രിസ്തു പരിയമ്പുറത്തല്ല വസിക്കേണ്ടത്. കർത്താവായ യേശുക്രിസ്തു ഹൃദയത്തിൻ്റെ സിംഹാസനത്തിലാണ് വസിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ സാക്ഷ്യം. ഒരിക്കൽ മഹാഭാവിയായി ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിന് ഹൃദയം വസിക്കുവാൻ വേണ്ടി വിട്ടുകൊടുക്കാമെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ഞാൻ ഞെട്ടി. എൻ്റെ ഹൃദയം മുഴുവൻ തിന്മയും അശുദ്ധിയും നിറഞ്ഞതായിരുന്നു. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ വൃത്തികെട്ട പാപമെങ്കിലുമായ ജീവിതത്തിൻ്റെ ഉള്ളറ നിനക്ക് മതിയെങ്കിൽ അത് നിനക്ക് വേണ്ടി തുറന്നു തരാൻ എനിക്ക് മനസ്സാണ് എന്ന്. ഞാൻ നിങ്ങളുടെ അനുഭവത്തോടും വിനയത്തോടും കൈകൂപ്പിക്കൊണ്ട് പറയട്ടെ, ഈ പാവപ്പെട്ട അടിയൻ്റെ വൃത്തികെട്ട ചങ്കിനകത്തേക്ക് തേജോമയനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു കടന്നു വന്നു. ഹൃദയം നല്ലതായതുകൊണ്ടല്ല, ചീത്തയായതുകൊണ്ടാണ്. പിന്നെ എന്തിനാണ് വന്നത്? നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ ഈ ചങ്കിനകത്ത് വസിച്ചുകൊണ്ട് എന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വാർദ്ധക്യത്തിലേക്ക് വന്നു. ഓരോ ദിവസം കഴിയും തോറും കർത്താവിൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടണമെന്നുള്ളതായ കൊതി ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എപ്പോഴും അഭയാചന പോലെ പ്രാർത്ഥിച്ചുകൊണ്ട് കഴിയുകയാണ്. ദൈവമക്കളെ, നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിച്ച്, ഞാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് ഐ വാണ്ട് ടു ബി ഹോളി ഇൻസൈഡ്. നിങ്ങളുള്ളത് കൊണ്ട് പറഞ്ഞു, ഐ വാണ്ട് ടു ബി ഹോളി ഇൻസൈഡ്. എനിക്കൊരു ആന്തരിക രഹസ്യ വിശുദ്ധനായി മാറണം. ഇത് ദൈവം കേൾക്കുന്ന സമയമാണ്. ഞാനിവിടെ നിന്നുകൊണ്ട് പരസ്യമായി പറയുകയാണ്, ഹല്ലേലൂയ, ഐ വാണ്ട് ടു ബി ഹോളി ഇൻസൈഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നല്ലതല്ല കർത്താവായ യേശുക്രിസ്തു യെരൂശലേം ദേവാലയത്തിനകത്തേക്ക് കടന്നു ചെന്നു. പുറമേ നോക്കുമ്പോൾ എല്ലാം മനോഹരമാണ്. ആരാധന നടക്കുന്നുണ്ട്, മഹാപുരോഹിതന്മാരുണ്ട്, യാഗവസ്തുക്കളുമുണ്ട്, ധൂപം ഉയരുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉള്ളറിയുന്ന കണ്ണുകൾ നോക്കിയിട്ട് പറഞ്ഞു, ഇത് കള്ളന്മാരുടെ ഗുഹയാണ്. അകത്തെന്താണ് എന്ന് കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളെ ഹൃദയവാതിലൊന്ന് തുറന്നേ. കല്ലറ അതിമനോഹരമാണ്. പക്ഷെ അകത്ത് ചീഞ്ഞഴുകിക്കിടക്കുന്നതായ ദുർഗന്ധം അമിക്കുന്നതായ ചത്ത് ചീഞ്ഞായ മനുഷ്യ ജഡമാണ്. സഹോദരി സഹോദരന്മാരെ, പുറമേ വെള്ളവസ്ത്രം ധരിച്ച് ഭക്തിയുടെ വേഷം പൂണ്ട് സുവിശേഷ വേലയോ ആത്മീയമായ പ്രസ്ഥാനങ്ങളുമായിട്ട് നടക്കുന്ന ഓരോരുത്തരും ഭയത്തോടെ ഇതൊന്ന് കേൾക്കണമേ. നിങ്ങളുടെ അന്തരംഗം എങ്ങനെയുണ്ട്? അകം എങ്ങനെയുണ്ട്? ഉള്ളറ എങ്ങനെയുണ്ട്? ഹൃദയം എങ്ങനെയുണ്ട്? ആന്തരിക മനുഷ്യൻ എങ്ങനെയുണ്ട്? മനുഷ്യൻ പുറമേയുള്ളവർ നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു. ദൈവമക്കളെ, നിങ്ങൾക്ക് വല്ലതും പറയാൻ തോന്നുന്നുണ്ടോ? ആ പാപിനിയായിരിക്കുന്ന സ്ത്രീയെപ്പോലെ അരുമനാഥൻ്റെ കാൽക്കൽ വീണ് ആ പരീശനായിരിക്കുന്ന ശീമോനെ പോലെയല്ല, ഞാൻ മഹാപാപിയാണ് എന്ന് തകർന്ന് ഹൃദയത്തോടെ പാപബോധത്തോടെ അനുതാപത്തിൻ്റെ കണ്ണുനീര് അരുമനാഥൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, പാപങ്ങൾ മോചിച്ചു തരണമേ നിങ്ങൾക്കൊന്ന് അപേക്ഷിക്കാമോ? ചുങ്കക്കാരനെ പോലെ ദൈവാലയത്തിൽ നിന്നുകൊണ്ട് മഹാഭാവിയാ എന്നോട് കരുണ തോന്നണമേ എന്ന് അപേക്ഷിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുഭാഗത്തെ കള്ളനെ പോലെ എന്നോടൊന്ന് കരുണ തോന്നണമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? 6-ാമത്തെ കൽപ്പന എന്താണ്? 4-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യം വായിച്ച്. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ. നിങ്ങൾക്കിപ്പോൾ അന്തരംഗത്തിലൊരു കൊതി വരുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളറ ചീത്തയാണല്ലോ, സ്വപ്നങ്ങൾ പരിശുദ്ധമല്ലല്ലോ, വികാരങ്ങൾ നിഷ്കളങ്കമല്ലല്ലോ, പുറമെ എത്രമാത്രം ഭംഗിയായിട്ട് ഞാൻ അലങ്കരിച്ച് നടന്നാലും ആന്തരിക മനുഷ്യൻ ചീഞ്ഞു നാറുന്ന ശവക്കല്ലറ പോലെയാണല്ലോ. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പാപക്കറകൾ കഴുകാൻ നിങ്ങൾക്ക് ശക്തിയില്ല. ഈ ലോകത്തിലെ ഒന്നിനും നിന്റെ ജീവിതത്തിൽ കഴുകി വെടിപ്പാക്കാൻ സാധ്യമാകുകയില്ല. എന്നാൽ ദൈവമക്കളെ, നിങ്ങൾ ആ ചങ്ക് പൊട്ടി ഒഴുകുന്ന തങ്കച്ചോര വാർന്നൊലിക്കുന്ന കുരിശിൻ ചുവട്ടിലേക്കൊന്ന് വന്ന് ഒരു കാര്യം ചെയ്യാമോ? ദൈവമേ, മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. ദൈവമക്കളെ, ഒന്ന് കരഞ്ഞ് ദൈവമക്കളെ. ഹല്ലേലൂയ. ഓ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ. ബി ഡീപ്ലി പെനിറ്റന്റ്, വീപ്പ് ആൻഡ് മോൺ ഫോർ യുവർ സിന്നേഴ്സ്. പാപം ഭയാനകമാണ്, പാപം പൈശാചികമാണ്, പാപം നരകത്തിന്റെ വാതിൽ തുറക്കുന്നതാണ്, പാപം നരകത്തിന്റെ തീപ്പൊയ്യിൽ നിന്നെ തള്ളിയിടുന്നതാണ്. ആ വൃത്തികെട്ട പാപക്കറകൾ കഴുകുവാൻ കാൽവരിൽ ചൊരിഞ്ഞ തങ്കച്ചോരയ്ക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്ന് കരയാമെങ്കിൽ, അനുതാപത്തോടെ കരയാമെങ്കിൽ, തകർന്നുറുകിയതുമായിരിക്കുന്ന ഹൃദയത്തെ യഹോവേ നീ നിരസിക്കുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. ആരെല്ലാം അനുതാപവാക്യങ്ങളോടെ കടന്നു വരുന്നുണ്ട്? പാപിനിയായ സ്ത്രീ പോലെ ആരെല്ലാം യേശുവിന്റെ കാൽക്കൽ വീഴുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ക്രൂശിനെ കെട്ടിപ്പിടിച്ച് ആരെല്ലാം കരയുന്നുണ്ട്? നിങ്ങൾക്കിപ്പോൾ മോചനം കിട്ടണമോ? ദൈവമക്കളെ, മനസ്സറിഞ്ഞ് ഇനി ഒരു പാപത്തിലേക്ക് ഞാൻ പോകുകയില്ല,
വന്ന പാവങ്ങളെല്ലാം ഒന്ന് കഴുകിത്തരാമോ കർത്താവേ? അകവും പുറവും ചിന്താമണ്ഡലവും ബുദ്ധിയും വികാരങ്ങളും ചലനങ്ങളും അവയവങ്ങളും മുഴുവൻ പാപക്കറ പോകേണ്ടതാണ് കർത്താവേ. നന്മയുടെ കണിക പോലുമില്ല. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കാൽവഴി ചൊരിഞ്ഞ തങ്കച്ചോരയ്ക്ക് മാത്രമേ ഈ അശുദ്ധനെ വിശുദ്ധനാക്കാൻ സാധ്യമാകുകയുള്ളൂ. ദൈവമക്കളെ, ഇപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം ഗുണകരമായി സംസാരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളറകളും പുറവും എല്ലാം രക്താംബരം പോലും കടിച്ചുമുമ്പാണ് എങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ ചേർന്ന തങ്കച്ചോര കഴുകുകയാണ്. മതിയായതാണ്. നിങ്ങൾക്ക് ആ വാക്യം അറിയാമല്ലോ. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഈ വാക്കുകളിൽ കൂടി രക്തം ഗുണകരമായി സംസാരിക്കട്ടെ. കുഞ്ഞാട് രക്തം തളിക്കട്ടെ. ഹാലലൂയ. ഹൃദയം ഒന്ന് തുറന്നിരുന്നേ. അശുദ്ധി പറ്റിയതായ അവയവങ്ങളെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്ത് കർത്താവിൻ്റെ തിരുരക്തം കഴുകട്ടെ ദൈവമക്കളെ. അങ്ങനെ പാപത്തോട് എന്നേക്കുമായി പാപത്തോട് യാത്ര പറഞ്ഞ് വേണ്ട എന്ന് വെച്ച് ഉപേക്ഷിച്ച് കഴുകൽ പ്രാപിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ, നമുക്കൊരു വിനയം കിട്ടും. അതാണ് 7ാമത്തെ കൽപ്പന. വായിച്ച് 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ, കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. നിങ്ങൾക്ക് ഉയരണമോ? നിങ്ങൾക്ക് അതിനുവേണ്ടിയിട്ടാണ് ഈ വചനം തന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഹംബിൾ യുവർസെൽസ് ബിഫോർ ഗോഡ്, ഹി വിൽ ലിഫ്റ്റ് യു അപ്പ്. ദൈവമക്കളെ, പൊങ്ങച്ചം വരരുത് കേട്ടോ, അഹങ്കാരം വരരുത് കേട്ടോ. പ്രൈഡ്, വൺ ഹു ഷോസ് ഹിംസെൽഫ് എബവ് ദി ഓൾ അതർ പീപ്പിൾ. മറ്റുള്ളവരെക്കാൾ കേമനാണെന്ന് തോന്നരുത്. കർത്താവായ യേശുക്രിസ്തു ക്രൂശിലെ മരണത്തോളം താഴ്മ ധരിച്ചില്ലേ? ദാസരൂപം എടുത്തില്ലേ? ശിഷ്യന്മാരുടെ കാല് കഴുകിയില്ലേ? അത്രമാത്രം വിനയം പഠിപ്പിച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യഗണം അഹങ്കാരികളുടെ കൂട്ടമായി മാറിയിരിക്കുകയാണല്ലോ. തിയോഫൈലാക്സ് എന്ന് പറയുന്നതായ ഒരു ക്രിസ്തീയ എഴുത്തുകാരൻ ഇപ്രകാരം പറഞ്ഞു: ദ റിയൽ ടെറർ, ഏറ്റവും ഭയാനകമായിരിക്കുന്ന ആത്മീയ വിപത്ത് എന്ന് പറയുന്നത് എന്താണ്? നിലം പറ്റ് താഴ്മ കാണിക്കുന്ന ദൈവമക്കൾ ഹൃദയത്തിൽ ഏറ്റവും അഹങ്കാരികളാണ് എന്ന്. കൈകൂപ്പി കാണിക്കും, ആരെങ്കിലും വരുമ്പോൾ എഴുന്നേൽക്കും, വിനയത്തിൻ്റെ വാക്കുകളൊക്കെ പറയും, പക്ഷേ അന്തരംഗം ഒരിക്കലും വിനയപ്പെടാത്തതാണ്. ദൈവമക്കളെ, യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലെ 4-ാം അധ്യായത്തിൻ്റെ തുടക്കവും ഈ കൽപ്പനയുടെ ഒടുക്കവും എന്താണ്? താഴ്മയെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ എന്താണ് ഉപസംഹരിക്കുന്നത്? ദൈവസന്നിധിയിൽ താഴ്, ദൈവസന്നിധിയിൽ താഴ്. മത്തായിയുടെ സുവിശേഷം 23:12 വായിച്ച്: തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. നമുക്കൊന്ന് താഴെ ഉയരണമോ? കർത്താവ് നമ്മളെ ഉയർത്തി ഉയർത്തി സ്വർഗത്തിൽ കൊണ്ടുപോയി ഇരുത്തണമോ? ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു. ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറണമോ? നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? നന്ദിയോടെ സ്തോത്രം. സെയിൻറ്റ് അഗസ്റ്റിൻ വചനം പറഞ്ഞതിന് ശേഷം കേട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഒന്ന് ചോദിച്ചു, സ്വർഗീയ സൽഗുണങ്ങളെക്കുറിച്ച്, ക്രിസ്തീയ സൽഗുണങ്ങളെക്കുറിച്ച് അങ്ങ് വളരെ വിശദമായി പ്രതിപാദിച്ചല്ലോ. സ്വർഗീയ സൽഗുണങ്ങളിൽ, ക്രിസ്തീയ സൽഗുണങ്ങളിൽ ഏറ്റവും വലിയ സൽഗുണം ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഒട്ടനെ സെയിൻറ്റ് അഗസ്റ്റിൻ മറുപടി പറഞ്ഞത് താഴ്മയാണ്. ആട്ടെ, രണ്ടാമത്തെ ഏതാണ്? അത് താഴ്മയാണ്. മൂന്നാമത്തെ ഏതാണ്? അതും താഴ്മയാണ്. ദൈവമുൻപാകിയും മനുഷ്യരുടെ മുൻപാകിയും ദൈവങ്ങളോട് കാര്യം കൈകൂപ്പി പറയട്ടെ, ഉയർച്ചയ്ക്കുള്ള ഏക മാർഗം താഴ്മയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. നിനക്ക് കർത്താവായ യേശു ക്രിസ്തുവിനേക്കാൾ വലിയവനാകണമോ? കർത്താവായ യേശു ക്രിസ്തു പുൽത്തൊട്ടിയിൽ പിറന്നു. നിൻ്റെ ജന്മത്തെക്കുറിച്ച് വലിയ പുകഴ്ച പറയല്ലേ? അവൻ അക്ഷര വിദ്യാഭ്യാസമില്ലെന്ന് പറഞ്ഞു. നിൻ്റെ ഡിഗ്രിയെക്കുറിച്ച് പൊങ്ങല്ലേ? അവനെ കണ്ടാൽ രൂപഗുണമില്ല എന്ന് പറഞ്ഞു. നിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് നീ പുകഴ്ച എടുക്കല്ലേ? നിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് നീ പൊങ്ങച്ചം പറയല്ലേ? തലയായിപ്പൻ ഇടമില്ലാത്ത ഒലീവ് വൃക്ഷത്തിന് ചോട്ടിൽ കിടന്നവൻ നിൻ്റെ യജമാനാണോ? നിൻ്റെ വീടിനെക്കുറിച്ച് നീ പൊങ്ങച്ചം പറയല്ലേ? കഴുതപ്പുറത്ത് വാഹനമേറിയ കർത്താവായ യേശു ക്രിസ്തു, ആ യേശുവിൻ്റെ പിന്നാലെ പോകുന്ന നീ നിൻ്റെ വാഹനത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് വലിപ്പം പറയല്ലേ? ഒന്ന് താഴാമോ? നമുക്കെല്ലാവർക്കും ക്രൂശിൻ ചോട്ടിൽ മുട്ടുമടക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ ഞാൻ എൻ്റെ അഹങ്കാരത്തിൻ്റെ വസ്ത്രം മുഴുവൻ താഴെ വയ്ക്കുന്നു. ആരെല്ലാം ഊരി കളയുന്നുണ്ട്. അഹങ്കാരത്തിൻ്റെ വസ്ത്രം മുഴുവൻ ഉരിഞ്ഞു കളയുന്നു. കർത്താവേ, ഒരു ദൈവപൈതലെ ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന താഴ്മയുടെ വസ്ത്രം എന്നെ ധരിപ്പിക്കണമേ. താഴ്മ എന്നെ ഉടുപ്പിക്കണമേ. അതിനു മുമ്പ് എന്നെ സമ്പൂർണ്ണമായി ഒന്ന് കഴുകണമേ.
കുഞ്ഞാടിൻ്റെ അടുത്ത് അങ്കി അലക്കി വെടിപ്പാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് എന്നെ എഴുന്നേൽപ്പിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ ആമീൻ. ഹല്ലേലൂയ.